പ്രസവശേഷം മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് കുരുമുളക് കൂടുതൽ ചേർത്തുള്ള ഭക്ഷണം നൽകുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലുണ്ട്. വളരെ കോമൺ ആയിട്ട് ഇത് പ്രസവശേഷമുള്ള പല വീടുകളിൽ പണ്ടുള്ളവർ ചെയ്തു വരുന്നുമുണ്ട്. ഇത് നല്ലതാണോ? അല്ല, ഒരിക്കലും ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് കുരുമുളക് അധികം ചേർത്തുള്ള ഭക്ഷണങ്ങൾ നൽകരുത്. കാരണം എന്തെന്ന് പറഞ്ഞാല് നിങ്ങൾ കൂടുതൽ ഈ കുരുമുളക് ചേർത്തുള്ള ഭക്ഷണം നൽകി കഴിഞ്ഞാൽ ഇത് അമ്മമാർക്ക് വല്ലാതെ ഗ്യാസ്ട്രൈറ്റിസ്, വയറിന് ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഉണ്ടാക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം സ്കോവിൽ സ്കെയിൽ, അതായത് ഈ മുളക് വിഭാഗത്തിൽ എരിവിനെ തരംതിരിച്ച് തീരുമാനിക്കുന്ന റാങ്കിംഗ് ഉള്ള ഒരു സ്കെയിലിനകത്ത് 50,000 മുതൽ 1,00,000 വരെയാണ് കുരുമുളകിന്റെ എരിവിന്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ എരിവും, നെഞ്ചരിച്ചിൽ, പുളിച്ചു തട്ടൽ, ഏമ്പക്കം പോലുള്ള പ്രശ്നം അമ്മമാർക്കുണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, പൈൽസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. പലപ്പോഴും പ്രസവം കഴിഞ്ഞ് അമ്മമാർക്ക് പൈൽസ് വന്ന് വല്ലാണ്ട് കൂടുന്നതിനും ഫിഷർ വല്ലാണ്ട് കൂടുന്നതിനും എല്ലാം ഈ കുരുമുളക് ഒരു പ്രധാന വില്ലനാണ്. ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. കുട്ടികൾക്ക് പലപ്പോഴും വയറിനകത്തുണ്ടാകുന്ന അസിഡിറ്റി, ഇറിറ്റേഷൻ മുതലായവയ്ക്ക് കുരുമുളക് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും കൊച്ചു കുട്ടികൾക്ക്, ജനിക്കുന്ന കുട്ടികൾക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷ്, ശരീരത്തിന്റെ പല ഭാഗത്ത് അമിതമായി ചൊറിഞ്ഞ് തടിച്ചു വരിക, ഡ്രൈനസ് വരിക എന്നിവയ്ക്കും കുരുമുളക് വില്ലനാകുന്നുണ്ട്. അതുകൊണ്ട് പ്രസവശേഷം അമ്മമാർക്ക് കഴിയുന്നത്ര കുരുമുളക് നൽകണ്ട.